ഇന്ത്യൻ സൈന്യം മ്യാൻമാർ അതിർത്തിയിൽ പ്രവേശിച്ചുവെന്നും അവിടെ ഒരു ആക്രമണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നും ഉള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ മ്യാൻമാറും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത സൃഷ്ടിച്ച് ആ ബന്ധത്തെ നയതന്ത്ര തലത്തിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ്, അതോ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ സൈന്യം യഥാർത്ഥത്തിൽ മ്യാൻമാർ അതിർത്തി കടന്നെങ്കിൽ ആ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തിയെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും, എന്തിനായിരിക്കും, ആരെ ആയിരിക്കും ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത്? കഴിഞ്ഞ 50 വർഷമായി നോർത്ത് ഈസ്റ്റ് കലാപകലുഷിതമാണ്. അത് സിക്കിം തൊട്ട് ത്രിപുര എല്ലാ സ്റ്റേറ്റുകളുമായിട്ടും നമുക്ക് ഇന്ത്യയിൽ ഇന്നും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ബോർഡറിൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ ആരൊക്കെയാണ്? പ്രശ്നങ്ങൾ ഇന്ത്യക്കാണ്. ഇതിനപ്പുറത്തുള്ള അതിർത്തിക്ക് അപ്പുറത്തുള്ള രാജ്യങ്ങളിലല്ല. അല്ല, ഈ അവിടെ പ്രശ്നങ്ങളുണ്ട്. ഈ മ്യാൻമാറിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ബംഗ്ലാദേശിലെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അവർ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചൈനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഇന്ത്യൻ അതിർത്തി കടക്കുകയും ഇന്ത്യയെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് മാറും. ബംഗ്ലാദേശിലും ഇത് തന്നെയാണ് പ്രശ്നം. മ്യാൻമാറിൽ ബംഗ്ലാദേശിൽ. അപ്പം നമ്മുടെ അതിർത്തി, നോർത്ത് ഈസ്റ്റ് അതിർത്തി മുഴുവൻ പ്രശ്ന കലുഷിതമാണ്. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പാകിസ്ഥാനെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, അവരുടെ ഗറില്ല തന്ത്രങ്ങൾ, ഇതെല്ലാം നമുക്ക് നാഗ ആയാലും കുക്കികളായാലും മെയ്ത്തികളായാലും ആസാമിലെ ഗോത്രവർഗ്ഗങ്ങൾ, ചെറിയ ചെറിയ ഗോത്രവർഗ്ഗങ്ങൾ, ഇവരെയൊക്കെ വിദേശ ശക്തികൾ, അത് ഒരു പരിധിവരെ മതപരിവർത്തനവും ഇതിനകത്ത് ഒരു ഘടകമായിട്ട് ഉണ്ട്. അതുപോലെ ഈ മംഗോളിയൻ ഡ്രഗ് മാഫിയ, അവർക്കും ഇവിടെ വലിയ വേരോട്ടമുണ്ട്, ഡ്രഗിൻ്റെ മാഫിയ. അപ്പോൾ ഇങ്ങനെ ഇപ്പം ബംഗ്ലാദേശിലാണെങ്കിൽ അരക്കൻ്റെ പ്രശ്നമുണ്ട്. ഈ അരക്കൻ പ്രശ്നം ബംഗ്ലാദേശിന് മാത്രമല്ല, ബംഗ്ലാദേശിനും മ്യാൻമറിനൊക്കെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയല്ല ശ്രീ നരേന്ദ്രമോദി അധികാരം ഏറ്റുടനെ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് മ്യാൻമറിലായിരുന്നു. ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് മ്യാൻമറിൽ ആണ്. നമ്മുടെ വാളിന് ധരിച്ചതുപോലെ അത് ഉറിയല്ല. ഇല്ല, അത് ഈ നമ്മുടെ വാളിന് മൂർച്ച കൂട്ടിയത് മ്യാൻമറിലായിരുന്നു. മ്യാൻമറിൽ ഏകദേശം അവർ 70 കിലോമീറ്ററോളം ബോർഡർ ക്രോസ് ചെയ്തിട്ട് നമ്മളൊരു ഓപ്പറേഷൻ നടത്തി. നൈറ്റ് ഓപ്പറേഷനാണ്. എനിക്ക് തോന്നുന്നു ഉൾഫ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ അല്ല, ഉൾഫ മാത്രമല്ല, അവിടെ തീവ്രവാദികൾക്കെല്ലാം ഒരൊറ്റ പേരേ ഉള്ളൂ. അവിടെ ഇവരെല്ലാവർക്കും ഫണ്ട് ചെയ്യുന്നവരും ഇവർക്കെല്ലാവർക്കും താവളം ഒരുക്കുന്നതും എല്ലാം ഒരേ ബ്രാൻഡിലുള്ള ആൾക്കാരാണ്. നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഒരു താവളമാണ് നമ്മുടെ കേന്ദ്രമാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ്. അതിൽ പല ഗ്രൂപ്പുകളും പലപ്പോഴും മാറിയും മറിഞ്ഞും ഒക്കെ വരും. ഇപ്പം മണിപ്പൂരിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദി വിസിറ്റ് ചെയ്തില്ല എന്നുള്ളതായിരുന്നു ഇവിടെ പപ്പുവിൻ്റെയും മറ്റുമൊക്കെ. രാഹുൽ നിരന്തരം അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും 60 വർഷം ഇന്ത്യ ഭരിച്ചപ്പോഴത്തേക്ക് ഈ സംസ്ഥാനങ്ങളിലൊന്നും സമാധാനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അത് മനസ്സിലാക്കണം. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുക മാത്രമല്ല, അവിടെ ഒരു കൊടി പൊക്കുന്നതിനകത്ത് പോലും ഉൾഫയെ പേടിച്ചിട്ട് ജീവിക്കേണ്ട ഒരു കാലം 10-20 വർഷത്തോളം ആസാമിലുണ്ടായിരുന്നു. അന്ന് ഭരിച്ചിരുന്നത് ഈ കോൺഗ്രസ് തന്നെയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുത്. അന്ന് കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ചിരുന്നത് അവരാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഓപ്പറേഷൻ നമുക്ക് പിന്നെ മ്യാൻമർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അതെനിക്ക് തോന്നുന്നു 2014 അധികാരമേറ്റ് വൈകാതെ തന്നെ, ഏതാണ്ട് 2015 ആ കാലത്ത് തന്നെ നടന്നു. 3 months തന്നെ ആദ്യത്തെ ഓപ്പറേഷൻ അവിടെ നടന്നു. അത് കഴിഞ്ഞ് ഈയിടയ്ക്ക് തന്നെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒരു കോൺവോയ് ആക്രമിച്ചായിരുന്നു. അപ്പോഴും നമ്മൾ വീണ്ടും ബോർഡർ കയറി വീണ്ടും അടിച്ചായിരുന്നു. എത്ര കൊണ്ടാലും അതെനിക്ക് തോന്നുന്നു ഏതാണ്ട് മാസങ്ങൾക്ക്, 1 മാസം 1-2 മാസത്തിനകത്തുള്ള. അത് ഇന്ത്യ തിരിച്ചടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ കോൺവോയ്ക്കെതിരായിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. അതിന് നമ്മൾ ആരുടെയും അനുവാദമൊന്നും കാത്തുന്നില്ല, അവർ കൃത്യമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഡൽഹിയിലൊന്നും വിളിച്ച് ചോദിക്കേണ്ടി വന്നില്ല. ഇല്ല, ആർമിയുടെ കോൺവോയ് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ ഡ്രസ്സും തന്ന് ഇവിടെ നിർത്തിക്കുന്നത്, തോക്കും അതൊക്കെ തന്ന് ഇവിടെ നിർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പാകിസ്ഥാനും കഴിഞ്ഞ തവണ അടി തെറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തും ഇന്ത്യ സഹിക്കുമായിരുന്നു, പക്ഷേ സഹിച്ചിരുന്നു.
പക്ഷേ നമ്മുടെ ബോംബെ ആക്രമണത്തിൽ ഇത്രയും പേര് മരിച്ചിട്ട് പോലും ഇന്ത്യ തിരിച്ചടിച്ചില്ല. പക്ഷേ പാകിസ്ഥാൻ പത്താൻകോട്ട് എയർബേസ് ആക്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ തിരിച്ചടിച്ചില്ലെങ്കിൽ പിന്നെ ഈ കുപ്പായ ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പട്ടാളക്കാർ തന്നെ അവരെ വിളിച്ച് പറഞ്ഞു. മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, മീശ വെച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ കുപ്പായ ഇട്ടിട്ട് ഞങ്ങൾ എന്തിനാ ഇവിടെ നടക്കുന്നത്, ഞങ്ങൾ എന്തിനാ പത്താൻകോട്ട് കൊണ്ട് ഇട്ടിരിക്കുന്നതെന്ന് അവിടുത്തെ പട്ടാളക്കാർ സർക്കാരിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു അവസ്ഥ എത്തിച്ചു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ മിടുക്ക്. അതോടെ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ എല്ലാം മനസ്സിലായി. ഇവിടെ ഈ മ്യാൻമർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ പഴയ ബർമ്മ, അത് ഇന്ത്യയിൽ നിന്ന് ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും സൗഹൃദ രാജ്യമായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെൻറ് പിറന്നത് പോലും ബർമ്മയിലാണെന്ന് പറയാം. നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിന്റെ നടന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ നമ്മുടെ ലോകത്ത് എല്ലാവരും പറയും ബുദ്ധമതം എപ്പോഴും സമാധാനത്തിന്റെ അഹിംസയുടെ മതമെന്ന് പറയും. പക്ഷേ ഇവരാണ് ലോകത്തുള്ള എല്ലാ വിധ്വംസക പ്രവർത്തകരുടെയും കേന്ദ്രം എന്ന് പറയുന്നത്. അത് ജപ്പാനായാലും ശരി, ചൈന ആയാലും ശരി, മ്യാൻമർ ആയാലും ശരി, ശ്രീലങ്ക ആയാലും ശരി, നമ്മൾ എണ്ണയാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവരൊക്കെ പറയുന്നത് ബുദ്ധിസ്റ്റ് രാഷ്ട്രങ്ങളെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നത് ഈ രാജ്യങ്ങളിലാണ്. ലോകത്തിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഈ ലോകത്തെ ഈ എന്താ പറയുന്നത് ഭീകര ആക്രമണങ്ങളുടെ പ്രഭവ കേന്ദ്രം വേണമെങ്കിൽ ബുദ്ധ മതരാജ്യങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബുദ്ധമതത്തിനല്ല ഞാൻ പറയുന്നത്, ബുദ്ധമതം ഒരു ഔദ്യോഗിക മതമായി കൊണ്ട് നടക്കുന്ന രാജ്യങ്ങളാണ് ലോകത്തുള്ള അസമാധാനത്തിൻ്റെ രാജ്യങ്ങൾ. ഇപ്പോൾ തന്നെ തായ്ലൻഡും പിന്നെ എന്താ പറയുന്നത് കംബോഡിയയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പം ഖമർ റോഗിൻ്റെ കഥകളൊക്കെ നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഏരിയയിൽ ഒരു ബുദ്ധമതം എന്ന് പേര് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അരാജകത്വവും അദൈവകത്വവും അസമാധാനവും നിറഞ്ഞ രാജ്യങ്ങളാണ്, അശാന്തി നിറഞ്ഞ രാജ്യങ്ങളാണ് ഈ ബുദ്ധിസ്റ്റ് രാഷ്ട്രങ്ങൾ. ബുദ്ധിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം പൊതുവെ അങ്ങനെ തന്നെയാണ്. നമുക്ക് മ്യാൻമാറിലേക്ക് വന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്ടോബർ 21 ഒരു അത് ഇപ്പം നാഗ ഗ്രൂപ്പിനെ ആയാലും ഉൾഫ ഗ്രൂപ്പിനെ ആയാലും ഇവർ സഹായിക്കുന്നുണ്ട്. ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള ഏത് മൂവ്മെന്റിനെയും സഹായിക്കാൻ ആൾക്കാരുണ്ട്. ഈ മ്യാൻമാറിലെ ആൾക്കാരുണ്ട്. മ്യാൻമാർ മാത്രമല്ല, ബംഗ്ലാദേശിലും ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടത്തിയിട്ട് നേരെ രാജ്യങ്ങളിലോട്ട് പോയി ഒളിച്ചു നിൽക്കുക. അപ്പോഴത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോർഡറിലൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല, ആരും ഒന്നും പിടിക്കാനും പറ്റത്തില്ല. ഇതൊരു സ്ഥിരം പരിപാടി ആയപ്പോഴത്തേക്കാണ് ഇന്ത്യ ഒരു ഞങ്ങളെ ഇന്ത്യക്കാരുടെ ശത്രുക്കൾ ഏത് രാജ്യത്ത് ഒളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവരുടെ ശത്രുക്കൾ മാത്രമാണ്, രാജ്യങ്ങൾ അതിർത്തി ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ. കാര്യം ഈ ഭീകരാക്രമണം നടത്തിയിട്ട് ഭീകരന്മാർക്ക് പോകാന്നുള്ള വഴിയുണ്ടെങ്കിൽ ആ വഴിക്ക് നമുക്കും പോകാമല്ലോ. അതാണല്ലോ ഉറിയിൽ നമ്മൾ കണ്ടത്. തുരങ്കത്തിൽ കൂടെ കടന്നു വന്നു, പത്താൻകോട്ടില് ആക്രമണം നടത്തി തിരിച്ചുപോയി. അതേ മാർഗത്തിലൂടെ നമ്മളെ സൈന്യം പോയി അവിടെ ചെന്ന് മുഴുവനും ഭസ്മീകരിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കൊടുത്തത് കൃത്യമായിട്ട് തിരിച്ചു കിട്ടണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്, കൊടുക്കണമെന്ന് ഇന്ത്യക്ക് നിർബന്ധമുണ്ട്. അത് കൊടുത്തു. മാത്രമല്ല ഒരു സൈനിക ജണ്ടയുടെ കീഴിലാണ് ഈ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം. യാതൊരു വികസനവും ഇല്ലാതെ, യാതൊരു പുതിയ പ്രൊജക്റ്റുകളും ഇല്ലാതെ, ഒരു വിദ്യാഭ്യാസ രംഗത്താകട്ടെ വേറെ ഒരു കാര്യത്തിലായിട്ട് ഒരു ആരോഗ്യ മേഖലയിലും വ്യവസായ മേഖലയിലും കൃഷിയിലും ഒക്കെ അവർ വളരെ പിന്നിലാണ്. അപ്പം ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ശക്തിയില്ല. അപ്പോൾ ഇവർ ഭീകര പ്രവർത്തനത്തിലൂടെയും ഇവർക്ക് ഫണ്ടിങ് നൽകുന്നതിലൊക്കെ കൂടെയാണ് ഇവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം. അപ്പോൾ പറഞ്ഞ കൊട്ടേഷൻ വർക്ക് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ചെറിയ തിരിച്ചടികൾ കൊടുക്കും. അതൊന്നും ചെറിയ കൊട്ടുകൾ കൊടുക്കും. അതൊന്നും വാർത്തയാകാറില്ല. ഇപ്പോഴും ഇത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഒരു സമയത്ത് മറഞ്ഞുപോയ ഉൾഫ അവിടെ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കണം. കാര്യം ഇതിനകത്ത് ഒരുപാട് ഫണ്ടിങ് ഇവർക്ക് വരുന്നുണ്ട്. ഈ ഫണ്ടിങ് ആണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഫണ്ടിങ് കിട്ടുമ്പോഴത്തേക്ക് ഇവർക്ക് പൈസ തരുന്ന യജമാനന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തേ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മണിപ്പൂർ ഇത്രയും കാലം സമാധാനം ഉണ്ടാവാത്ത കാര്യം ഈ ഫണ്ടിങ്ങും കൺവെർഷനും. ഇത് പിന്നെ മംഗോളിയൻ ഡ്രഗ് മാഫിയ, മംഗോളിയയിൽ മാത്രമല്ല പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഡ്രഗ് മാഫിയ അവിടെ ഉണ്ട്. ബംഗ്ലാദേശിനും മണിപ്പൂരിൽ കഞ്ചാവ് കൃഷിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളെ അസമാധാനത്തിൻ്റെ പിടിയിലാണ് നമ്മളെ 7 സഹോദരിമാരെന്ന് പറയാം. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് സപ്തസുന്ദരികൾ
സെവൻ സിസ്റ്റേഴ്സ് എന്നും പറയാം. അതെ അതെ. അപ്പോൾ ഇവർക്ക് സമാധാനം കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ ഇന്ത്യ കൊടുക്കേണ്ട മരുന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റഫേലിൻ്റെ ഒരു സ്ക്വാഡ്രൺ ആസാമിലെ ഹഷിമാരയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. അത് ചൈനയെ മാത്രം ലക്ഷ്യം വെച്ചിട്ടല്ല ഹഷിമാര ഇരിക്കുന്നത്. ഹഷിമാര മ്യാൻമറിനും ഏറ്റവും അടുത്താണ്. ഇനി ബംഗ്ലാദേശിനെയും ഈ പറഞ്ഞതുപോലെ അതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ഡിഫൻസിൻ്റെ ഒരു തത്വമുണ്ട്, തരത്തിൽ കളിക്കുക എന്ന് പറയും. അപ്പം റഫാലൊക്കെ ഉപയോഗിച്ച് മ്യാൻമറിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. റഫാലിൻ്റെ ഒരു ലാൻഡിങ് പോലും അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. പിന്നീടാണ് ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ. തീർച്ചയായിട്ടും ഇന്ത്യ കൊടുത്തിരിക്കുന്നത് നല്ല മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് മ്യാൻമർ എന്നുള്ള രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കത്തക്ക രീതിയിൽ ഇന്ത്യയുടെ അകത്ത് കയറി അടിച്ചു ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവസാനത്തെ അടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ ഭരണം പോയതുപോലെ മ്യാൻമറിൽ ഭരണം ജണ്ടയുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. അവിടെ സമാധാനവും ജനാധിപത്യവും വളർന്നാൽ, നമ്മുടെ അതിർത്തികളിലെല്ലാം സമാധാനവും ജനാധിപത്യവും വളർന്നാൽ ഇന്ത്യ നമുക്കും സ്വസ്ഥത ഉണ്ടാവുള്ളൂ. നേപ്പാളിൽ രാജഭരണം കഴിഞ്ഞു, കമ്മ്യൂണിസ്റ്റ് മാഫിയ ഭരണം പിടിച്ചെടുത്തത് തൊട്ടാണ് ഇന്ത്യക്ക് അതൊരു തലവേദനയായിട്ട് തുടങ്ങിയത്. ഇന്ത്യക്കൊരു ഭയങ്കര സെക്യൂരിറ്റി റിസ്ക്കാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്തു തുടങ്ങി. പക്ഷേ അവിടെ എല്ലാം നമ്മുടെ ബോർഡറിൽ എല്ലായിടത്തും നമുക്ക് പ്രശ്നമാണ്. എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങളും നമ്മൾ പരിഹരിച്ചേ പറ്റുള്ളൂ. രാജ്യം സജ്ജമാണ്.